Hi friends, welcome to Mohanlal States Buds Taste of Kerala. എൻ്റെ മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാനിപ്പോൾ ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ ചില സ്പെഷ്യൽ ടേസ്റ്റുകൾ തേടിയാണ് എൻ്റെ ഇന്നത്തെ യാത്ര. അതിനുവേണ്ടി ഞാൻ പോകുന്നത് പട്ടരുമഠത്തിലേക്കാണ്. പട്ടരുമഠം എന്ന് പേര് കേൾക്കുമ്പോഴത്തേക്ക് ഒരുപക്ഷെ തോന്നിക്കാണും വെജിറ്റേറിയൻസിനൊക്കെ സന്തോഷമായിട്ടുണ്ടാവും. പക്ഷേ ഈ പട്ടരുമഠം എന്നുള്ള ഒരു മുസ്ലിം തറവാടിൻ്റെ പേരാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ആലപ്പുഴയിലെ മുസ്ലിങ്ങളുടെ ചില മീൻകറികളുണ്ട്. അതിൻ്റെ ആ സ്പെഷ്യൽ മീൻകറിയുടെ രുചി തേടിയാണ് ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. ആലപ്പുഴ എന്ന പേരിൽ തന്നെ ഒരു പുഴയുണ്ട്. പക്ഷേ ആലപ്പുഴയിൽ പേരിന് പോലും ഒരു പുഴയില്ല. ആലപ്പുഴ, അമ്പലപ്പുഴ, തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ അങ്ങനെ പോകുന്നു പുഴകളുടെ എണ്ണം. എന്തായാലും ഈ പുഴ ഇല്ലാത്തതിൻ്റെ കുറവ് അവർ ഈ പേരിട്ട് അങ്ങ് നികത്തിയിട്ടുണ്ട്. എന്തായാലും കിഴക്കിൻ്റെ വെനീസിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര. റെഡി? ാണ് ഞാനിവിടെ എത്തിയത്. ഇത് ഇങ്ങോട്ട് വരാനുള്ള കാരണം രണ്ടുപേരും ചേർന്ന് വിളിച്ചിരുന്നു. എന്നിട്ട് ഇവിടെയുള്ള വിഭവങ്ങളുടെ പേരുകൾ മുഴുവൻ പറഞ്ഞു. അപ്പോൾ ഈ വിഭവങ്ങളുടെയൊക്കെ കൊതി പിടിച്ചാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് സനീജ, ഇത് മുംതാസ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ഇന്ന് വിഭവങ്ങൾ ഉണ്ടാക്കി തരാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വിഭവങ്ങളെന്ന് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നീണ്ട ഒരു എന്താണ് വിഭവങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ആയിരിക്കും. എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ ട്രഡീഷണൽ മുസ്ലിംസിന്റെ വിഭവങ്ങൾ പറഞ്ഞാൽ പാലാട, അരിപ്പത്തിരി, കുഞ്ഞിക്കലത്തപ്പം. ഇത് എനിക്ക് ഓർമ്മയുണ്ട്, നേരത്തെ ഫോൺ വിളിച്ചാൽ പറഞ്ഞിരുന്നു കുഞ്ഞിക്കലത്തപ്പം. പിന്നെ കോഴിക്കറി, ഉന്നക്കായ് എല്ലാം ഉണ്ട്. ഉമ്മച്ചി ആദറൈസ്ഡ് പേഴ്സണെ കൊണ്ട് ശരിക്കും പറയിപ്പിക്കണം. അപ്പോൾ ഉമ്മച്ചി നമ്മുടെ അടുത്തുണ്ട്. ഉമ്മച്ചിയുടെ അടുത്ത് ചോദിക്കാം ഇവിടുത്തെ പരമ്പരാഗത മുസ്ലിംസിന്റെ എന്തൊക്കെയാണ്. ഇവിടുത്തെ മുസ്ലിംസിന്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ മെയിൻ കുഞ്ഞിക്കലത്തപ്പം, അരി റൊട്ടി, പിന്നെ ഉന്നക്കായി, കുഞ്ഞിക്കലത്തപ്പം, അരിയറട്ടി, ഉന്നക്കായി, പിന്നെ അവിടെ എന്തുകൊണ്ട് പറയുന്നുണ്ട് ചുരുട്ടപ്പം. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ കിട്ടണമെങ്കിൽ ഉമ്മച്ചിയുടെ കൂടെ കൂടണം. അത് 1-2 ദിവസം കൂടിയാൽ പോരാ, ഒരാഴ്ച ഉമ്മച്ചിയുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും. എന്തായാലും ആലപ്പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മീൻ കറികളാണ്. അത് ആലപ്പുഴ കിട്ടുന്ന പോലെ വേറൊരു സ്ഥലത്തും കിട്ടില്ല. കാരണം ആലപ്പുഴക്കാർക്ക് കായൽ മീനും കിട്ടും, കടൽ മീനും കിട്ടും, പിന്നെ ഇടയ്ക്ക് കൈതോടുകളും ഉണ്ട്, അതിൻ്റെ മീനും കിട്ടും. അപ്പോൾ ശരിക്കും ദൈവം ബോണസ് കൊടുത്ത ആൾക്കാരാണ് ഇവർ. അതുപോലെ നാസർക്കയും ഭാഗ്യവാനാണ്. കാരണം ഇവരുടെ പരീക്ഷണങ്ങൾ മുഴുവൻ ആസ്വദിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് അല്ലേ. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കി തരാം? ചൂര മുളകിട്ടത്. കോഴിക്കോട് ഭാഗത്തുള്ള മീൻ മുളകിട്ടതല്ല ഇവിടുത്തെ മീൻ മുളകിട്ടത്. അപ്പോൾ ഇവിടുത്തെ ആലപ്പുഴക്കാരുടെ മീൻ മുളകിട്ട കറിയാണ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത്. അത് ചൂര മുളകിട്ടത്. പേഴ്സണലായിട്ട് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മീനാണ് ചൂരമീൻ. അപ്പോൾ ചൂര മുളകിട്ടത്. ആലപ്പുഴത്തെ ഒരു പഴയ വായ്ക്കപ്പൽ ഇതിവിടെ നിന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഹോൺ അടിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ ഉമ്മച്ചിയുടെയും ഇവരുടെയും കൂടാൻ പോവാണ്. ഈ ആലപ്പുഴത്തെ മെയിനായിട്ടുള്ള മീൻകറികൾ പഠിക്കണം. ഒരു മീൻകറിയുണ്ട്, ഒരു റോസ്റ്റും ഉണ്ട് അല്ലേ. കക്ക ഇറച്ചിയുടെ റോസ്റ്റും ഉണ്ട്. എന്നാ പിന്നെ വിട്ടാലോ? ചൂരയുടെ കൊതിയായി. ഇത് വൃത്തിയാക്കി വെച്ചിട്ട് കുറെ സമയമായി. അത് കേടാവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈറ്റപ്പ് ചെയ്യാൻ പോലും സമയം തന്നില്ല. എന്തായാലും ഇപ്പോൾ എല്ലാം റെഡിയാണ്. ഇപ്പൊ സമാധാനമായോ? തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഇത്തയുടെ പേര് സനീജ എന്നാണ്. അപ്പുറത്തുള്ളത് മുംതാസ്. പിന്നെ ആദ്യമേ വന്നപ്പോഴത്തേക്ക് ക്യാമറയുടെ മുമ്പിൽ വെച്ച് എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ക്യാമറയുടെ മുമ്പിൽ വെച്ച് എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത്, ഞാൻ നിൽക്കാം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ചോദിക്കും, ചോദ്യങ്ങളുടെ ശരവർഷം അങ്ങോട്ടായിരിക്കും എന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ ആലപ്പുഴക്കാരുടെ സ്പെഷ്യൽ മീൻകറി നമ്മൾ ഉണ്ടാക്കി തുടങ്ങാൻ പോവാണ്. മീൻ മുളക് കറി. വളരെ ശ്രദ്ധിച്ച് കാണണം. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയാലും ഞങ്ങൾ പറഞ്ഞോളാം. അപ്പോൾ തുടങ്ങാം. 1 കിലോ മീനിൻ്റെ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നല്ല നെയ്മീൻ ചൂരയാണ്.
ആദ്യം ഒരു ചട്ടി വെച്ച് അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഒരു 150 ഗ്രാം വെളിച്ചെണ്ണ, ഒരു 150 ഗ്രാം എണ്ണയിലേക്ക് 1 ടീസ്പൂൺ ഉലുവ. അതൊന്ന് ചുവന്ന് വരുന്ന സമയത്ത് ചെറിയ ഉള്ളി. അപ്പോൾ ഈ ഉള്ളി വഴണ്ട് വന്നതിന് ശേഷം ഇത് 2 ദിവസത്തിൽ കൂടുതൽ ഇരിക്കത്തില്ല. ഉള്ളി ചേർക്കുന്ന കാരണം 2 ദിവസം ഇരിക്കും. 2 ദിവസം. അത് ആദ്യം ഉണ്ടാക്കുന്നത് ആണോ ടേസ്റ്റ്, അതോ പിറ്റേ ദിവസം? പിറ്റേ ദിവസം ആണ്. അത് ചൂടാക്കി എടുക്കുന്നു. സാധാരണ ഈ ആലപ്പുഴ കോട്ടയം ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഷാപ്പിൽ മീൻകറി കിട്ടും. എല്ലാവരും കൂടെ എന്തൊരു ചിരിയോട് കൂടിയൊക്കെ നോക്കുന്നു. എല്ലാ ഷാപ്പിലും കയറുമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഷാപ്പിൽ കയറാറുണ്ട്, ഷാപ്പിലെ മീൻകറികൾ ആസ്വദിച്ച് കഴിക്കാറുണ്ട്. അത് ചില ഷാപ്പിൽ വെക്കുന്ന മീൻകറി ചട്ടി തന്നെ വെച്ചേക്കും, പിറ്റേ ദിവസം അത് പറ്റിച്ച് തരും. അത് കഴിക്കണം. എന്താ വെച്ചാൽ അതിന്റെ ചട്ടിയുടെ സൈഡ് മുഴുവൻ കരിഞ്ഞിരിക്കും. എന്ന് വെച്ചാൽ അത് രണ്ടാമത് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്ക് ചട്ടിയുടെ സൈഡ് മുഴുവൻ കരിഞ്ഞിരിക്കും. ആ കരിഞ്ഞ പോർഷനുള്ളിൽ ഇങ്ങനെ മീൻകറി പറ്റിയിരിപ്പുണ്ടാവും. അത് മത്തി ഉണ്ടാവും, ചൂര ഉണ്ടാവും, പിന്നെ എന്തൊക്കെ അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഷാപ്പല്ലേ. അപ്പൊ ഏകദേശം ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതെന്തൊക്കെയാ? 10 ഉള്ളി. Your Honor, not the point. 10 ഉള്ളി. കുറച്ച് ഒരു സ്പൂൺ പെരിഞ്ജീരകപ്പൊടി. 10 ഉള്ളി, ഒരു സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഒരു 4 സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ. 4 ടേബിൾ സ്പൂൺ മുളക് പൊടി. അത് പിന്നെ പിരിയമുളകിന്റെ പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറയുന്നത്. മറ്റേ എരിവ് കൂടുതൽ വേണ്ടവർക്ക് മറ്റേത്. മഞ്ഞൾപ്പൊടി ചേർക്കത്തില്ല. മഞ്ഞൾപ്പൊടി ഇല്ല അല്ലേ? അപ്പോൾ ഈ മീൻകറിയുടെ പ്രത്യേകത മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇല്ലല്ലോ. മല്ലിപ്പൊടി ഇല്ല, മഞ്ഞൾപ്പൊടി ഇല്ല, മുളക് പൊടി മാത്രം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഈ ഏരിയയിൽ തന്നെ ഇല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഈ എണ്ണയിൽ ഇത് ഈ കാശ്മീരി ചില്ലി പൗഡർ, പിരിയമുളകിന്റെ പൊടി ഇങ്ങനെ മൂക്കുന്ന സമയത്ത് ആ ഉള്ളിയും ഇതെല്ലാം കൂടെ മൂക്കുന്ന അരപ്പ് മൂത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ അതെ. ഈ സമയത്ത് നല്ലൊരു മണവും വരുന്നുണ്ട്. അത് മുളക് പൊടിയും ഉള്ളിയും കൂടെ ചേർന്നതിൻ്റെ ആയിരിക്കും അല്ലേ? നിങ്ങൾ ശരിക്കും അയൽവാസികളാണോ ബന്ധുക്കളാണോ? ബന്ധുക്കളും അയൽവാസികളും കൂടെ. അത് ശരി. ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇതിൽ ഏറ്റവും. അപ്പുറത്തുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇപ്പുറത്ത് സ്ഥിരമായിട്ടുണ്ട്. അപ്പൊ എന്താണ് ബാട്ടർ സമ്പ്രദായമായിരിക്കും അല്ലേ? അല്ല, അതൊരു എളുപ്പപണിയും കൂടിയാണ്. കാരണം അപ്പുറം ഇപ്പുറം അയൽവാസിയാണ്, ബന്ധുവാണ്. അപ്പോൾ ഗുണം എന്താന്ന് വെച്ചാൽ ഇവിടെ 2 കറി ഉണ്ടെങ്കിൽ അവിടെയും 2 കറി വയ്ക്കും. എന്നിട്ട് ഇവര് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ ഓരോ വീട്ടിലും 4 കറി വീതമാവും. എളുപ്പ പരിപാടിയല്ലേ? ബാക്കിയുള്ള സമയം TV കാണാം, വായിക്കാം അല്ലേ? ഒരുമിച്ച് കറങ്ങാൻ പോകും. അങ്ങനെ വരട്ടെ. അല്ല, നമ്മുടെ അരപ്പ് ഏകദേശം മൂത്ത് വരുന്നുണ്ട്. എടുക്കണം അരപ്പ്. അപ്പൊ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കറിയാക്കി മാറ്റാം. അതിനുശേഷമാണ് മീനിട്ട് വേവിക്കുന്നത് അല്ലേ? അതെ അതെ. തുടങ്ങാം. ഇപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കറി തിളച്ചു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് മീനിടാം അല്ലേ? നമ്മളിപ്പോ ഉപ്പിട്ടിട്ടില്ലല്ലോ. ഉപ്പിടണം, കുടംപുളി ഇടണം. ശരി. 2 കാര്യങ്ങളുണ്ട്. ഇനി ഉപ്പിടണം, കുടംപുളി ഇടണം, മറക്കരുത്. ഇതിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആലപ്പുഴക്കാർക്കും ഇഷ്ടം കുടംപുളിയാണ്, അല്ലെങ്കിൽ വടക്കംപുളി എന്ന് പറയും അല്ലേ? അതെ. ഇനി ഉപ്പ്. ഈ കറി ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടുണ്ട്. ഉണ്ട്. അതിന് സൊല്യൂഷനും ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ ഉമ്മ എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉപ്പ് കൂടിപ്പോയാൽ അതിൽ ഇത് എന്താ പറയുന്നത്, ഗോതമ്പ് പൊടി കുഴച്ചിട്ട് ഉണ്ടയാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ പിടിച്ചോളൂ. പിന്നെ അതങ്ങെടുത്ത് കളഞ്ഞാൽ മതി. അപ്പൊ നമ്മുടെ കറി റെഡിയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് മീനൂടെ ഇടാം. പക്ഷെ ചൂര ഇടുമ്പോഴത്തേക്കുള്ള പ്രത്യേകത, നെയ്മീനും ചൂരയൊക്കെ ആണെങ്കിൽ പറ്റണം അല്ലേ? നെയ്മീൻ ഒരുപാട് പറ്റണ്ട, ചൂര നന്നായിട്ട് പറ്റണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ചൂരയാണെങ്കിൽ, നമ്മളിപ്പോ ചൂരയാണ് എടുക്കുന്നത്, ചൂരയാണെങ്കിൽ നന്നായിട്ട് പറ്റണം. പറ്റണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നന്നായിട്ട് വറ്റി വരണം.
പറ്റിക്കൽ പരിപാടിയല്ല, പറ്റിക്കലല്ല, ചൂര ഇതിനകത്ത് കുറെ സമയം എടുത്ത് വറ്റി വരണം. തിളച്ച് കഴിയുമ്പോൾ റെഡി ആയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇനി വേവാനുള്ള സമയം മാത്രം കൊടുത്താൽ മതി. സത്യം പറഞ്ഞാൽ ചൂര പറ്റിച്ചു. ഇവിടെ ചൂര പറ്റിക്കാനായിട്ട് വെച്ചിട്ട് കുറേ സമയം ഞാനിങ്ങനെ അക്ഷമനായിട്ട് ഇപ്പം കഴിക്കാം എന്ന് പറഞ്ഞ് കാത്തു നോക്കി, എവിടെ ഒന്നും നടക്കില്ല. ഇപ്പോഴും ഞാനിങ്ങനെ കാത്തിരിപ്പ് തുടരുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൂര പറ്റിച്ചു. ചൂര പറ്റിച്ചു കഴിക്കാൻ പറ്റുമോ? കപ്പയും കൂട്ടി കഴിക്കാം. ഇതായോ? ആയോ? ആണോ? ഇതൊക്കെ ഇത് കാണാതെ അറിയാം അല്ലേ? കാണാതെ അറിയാം. അത് മീൻ നോവാതെ വേണം ഇളക്കാനുള്ളത്. എന്തായാലും നമ്മുടെ ചൂരക്കറി ഇപ്പം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്, പറ്റിച്ചെടുത്തിരിക്കുകയാണ്. അത് നന്നായിട്ട് പറ്റിച്ചില്ല, എൻ്റെ ആക്രാന്ത കാരണം ഒരു പരുവത്തിനൊക്കെ പറ്റിച്ചിട്ടേ ഉള്ളൂ. കാരണം കുറച്ച് സമയം കൂടി ഇരിക്കണം, ശരിക്കും അരമണിക്കൂർ ഇരിക്കണം. പക്ഷെ ക്ഷമയില്ലല്ലോ. എന്തായാലും കപ്പ റെഡിയാവുന്നു. ഉമ്മച്ചി, ഈ കപ്പയുടെ മുകളിലായിട്ട് ചൂരക്കറി ഒഴിച്ച് ഒരു കഷ്ണവും കൂടി വേണം. പോരാ ഇമ്മച്ചി പോരാ, ഇത്രയും കഷ്ണം പോരാ, കുറച്ചുകൂടെ വേണമെന്ന്. എന്തായാലും സൂപ്പർ കറിയാണ്. ശരിക്കും കറിക്ക് കൊടുക്കണം പൈസ. പിന്നെ ചൂര എനിക്ക് ഏറ്റവും ഫേവറേറ്റ് മീനുമാണ്. ഇതിങ്ങനെ മൂന്നൂടെ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഭൂരിഭാഗം കഷ്ണങ്ങൾ ഇപ്പം തന്നെ കഴിച്ച് തീർത്തുകളാം. എന്തായിരുന്നു ടേസ്റ്റ്. ആ കപ്പയും കൂട്ടി ചെറിയൊരു പിടി പിടിച്ചതേ ഉള്ളൂ. എത്രയാണ് അകത്ത് പോയെന്നുള്ള കാര്യം എനിക്കും അറിയാം, ദൈവത്തിനും അറിയാം, ഞങ്ങൾക്കും അറിയാം. നമ്മുടെ ആലപ്പുഴക്കാരുടെ അടുത്ത ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഡിഷാണ് കക്കയിറച്ചി എന്ന് പറയുന്നത്. ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷനാണ്, കക്കയിറച്ചിയുടെ റോസ്റ്റ് അല്ലേ. വൃത്തിയാക്കിയ കക്കയിറച്ചിയാണ്. ഇതിലെന്താണ് ചെയ്യുന്നത്? ഇതിലാദ്യം ഇത് വേവിക്കണം. കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് വേവിക്കണം. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് സാധാരണ കക്ക ഇറച്ചി തന്നെ ഒരു ഇച്ചിരി ഉപ്പുണ്ടാവും അല്ലേ? കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ അതിന് കുറച്ച് ഉപ്പിട്ടാൽ മതി, ഇച്ചിരി ഉപ്പിട്ടാൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്. അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ കക്കയിറച്ചി വേവിക്കാനായിട്ട് വെച്ചു. ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ്. ശരിക്കും കക്ക പുഴുങ്ങിയതിന് ശേഷമാണ് അതിനകത്ത് നിന്ന് ഇറച്ചി ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി കുക്ക്ഡ് ആണ്. എന്നാലും ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതിനകത്ത് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി വേവിക്കുന്നത്. ഇപ്പം നന്നായിട്ട് തിളച്ചു. ഇനി ഒരു 1/4 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് വേവും. ആ സമയം സേവ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇനി എണ്ണ ഒഴിച്ച് പിന്നെ സവാളയൊക്കെ വഴറ്റിയെടുക്കണം. 100 ഗ്രാം എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ, അതിലേക്ക് ആദ്യം വെളുത്തുള്ളി ചതച്ചത്, അതൊരു 2-2.5 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്,
ഉണ്ടോ പാചകമൊക്കെ? ആ കുറച്ചൊക്കെ. എന്താ കുറച്ചാക്കി കളഞ്ഞത്? മക്കള് പഠിക്കണ്ടേ? ശരി. മക്കൾ ഇതൊക്കെ കേട്ടിട്ട് കുനിഞ്ഞിരിക്കുകയാണതാ. ഈ പാചകത്തിനിടയ്ക്ക് രസകരമായ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? രസകരമായ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താ? അതെന്താ? ഇവിടെ വന്ന് മത്തിക്കറിയൊക്കെ കഴിച്ചതിന് ശേഷം പറയുന്നു അല്ലേ? അല്ലല്ല, അതെ മുംതാസിന് തെറ്റിപ്പോയതാ. ഇവിടെ ഞാൻ ഉപ്പ് വെച്ചിരിക്കുന്നത് സോഡാപ്പൊടിയാന്ന് വിചാരിച്ച്. അല്ല, ഉപ്പ് സോഡാപ്പൊടി തെറ്റിദ്ധരിച്ച്. ഉപ്പാണെന്ന് വിചാരിച്ച് സോഡാപ്പൊടി. അല്ല, ഇത് അന്ന് തന്നെ അബദ്ധം പറ്റി. ഉപ്പിന് പകരം സോഡാപ്പൊടി ഇട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് ചിരിച്ചോണ്ടാ പറഞ്ഞത്. പക്ഷെ ഇത് കേട്ടുകൊണ്ടിരുന്ന എന്റെ മാത്രമല്ല, നമ്മുടെ ക്യാമറമാൻ, ക്യാമറ അസിസ്റ്റന്റ്, പ്രൊഡ്യൂസർ എല്ലാവരുടെയും ചങ്കൊന്ന് കളി. ഇതിനകത്ത് ഒരാൾ കളിയാക്കി ചിരിക്കുന്നുണ്ട്, സതീഷ് ഇതിനിടയിൽ ചിരിക്കുന്നുണ്ട്. കാരണം അവനിപ്പോ സ്വാമി ആയതുകൊണ്ട് വെജിറ്റേറിയനാണ്. കാണിച്ചു തരാടാ. ഞാൻ എന്റെ ക്ഷമയെ പരീക്ഷിച്ച് കുറെ നേരം കൊണ്ട് നിൽക്കുകയാണ്. ഇത് നേരത്തെ ചൂര പറ്റിച്ച പോലെ ആവോ? ഇതും ഞാൻ നോക്കാം. ഇപ്പോഴെങ്കിലും ഉപ്പുണ്ടോ എന്ന് നോക്കാനെങ്കിലും എന്നെ ഏൽപ്പിച്ചു. സുഹൃത്തുക്കളെ, സുഗന്ധം പരത്തിക്കൊണ്ട് നമ്മുടെ കക്കയിറച്ചിയുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കക്ക റോസ്റ്റ് റെഡിയാണ്. അവസാനം എന്താണ്? കറിവേപ്പില. അപ്പോൾ അവസാനം ഇത്തിരി പച്ചക്കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റോസ്റ്റ് റെഡി. ഇനി ഒന്ന് ഇളക്കുക, കഴിക്കുക. ഇതിനകത്ത് വേറെ വർത്തമാനമൊന്നുമില്ല കേട്ടോ. ഉഗ്രൻ. അത് മാത്രമല്ല, ഒരു 3 താരങ്ങൾ ഇവിടെ കൊതി നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കാണുന്ന പ്രേക്ഷകർ മുഴുവൻ വിചാരിക്കുന്നത് ഞാനാണ് ഏറ്റവും വലിയ കൊതിയനെന്നാണ്. എന്നെക്കാളും വലിയ കൊതിയന്മാരാണ് എൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഈ കക്കയിറച്ചിയുടെ ഫ്രൈയോ റോസ്റ്റോ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ കൈയിട്ട് വാരിക്കൊണ്ട് പോകുന്ന ആൾക്കാരാണ് ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത്. മക്കളെ എങ്ങനെയുണ്ട്? എങ്ങനെ? ആക്ഷൻ കണ്ടില്ലല്ലോ. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ആലപ്പുഴക്കാരുടെ സ്പെഷ്യൽ 2 രുചികൾ. ഈശ്വര, ഞാൻ കഴിച്ചില്ല. അപ്പം ഞാനിപ്പോൾ ഒരു കൺഫ്യൂഷനിലാണ്. ഇത് പാഴ്സൽ കൊണ്ടുപോകണോ അതോ ഇവിടെ തങ്ങിയിട്ട് നാളെ പോകണമെന്ന്. അപ്പോൾ കാരണം ആ മീൻകറിയുടെ സ്വാദ് ആസ്വദിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തോന്നിപ്പോവും. അത് എൻ്റെ കുറ്റമല്ല, ശരിക്കും ആലപ്പുഴക്കാരുടെ കൈപ്പുണ്യമാണ്. എന്തായാലും ഇവിടെ വന്നതുകൊണ്ട് ആ രുചികൾ ആസ്വദിക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ആസ്വദിച്ച് കഴിച്ചില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ്? സൂപ്പർ.